ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേരിയബിൾസിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചായിരുന്നു എങ്ങനെ നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ നോഡ് വഴി റൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻ അജണ്ട എന്ന് പറയുന്നത് വേരിയബിൾസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യും പോലെ നമ്മളൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ T4 എന്നാണ് പേരിടാൻ പോകുന്നത്. T4_variables.js. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ആണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു പേരുണ്ട്. ഓക്കെ, അതെന്തിനാണ്? നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. കുറേ സ്ക്വയർ ബോക്സ് ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇഷ്ടംപോലെ ബോക്സസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ വേരിയബിളിൻ്റെ അകത്തൊരു സ്റ്റോർ ചെയ്യുന്നത്? ആ ഒരു ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേരിയബിൾസിനെ പേരിട്ട് വയ്ക്കുന്നത്. ഓക്കെ, അതാകുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്തിന് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അഖിലെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇഷ്ടംപോലെ മെമ്മറി ലൊക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് വേരിയബിൾ നെയിം വേണം. ആ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേരിയബിളിൻ്റെ അകത്ത് എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഇറങ്ങിയ സമയത്തിനായിരുന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ES 6 മുമ്പേ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ വാർ കീവേഡായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. പക്ഷേ ഇന്ന് ES 6 നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ഓക്കെ, ഈ ഒരു ലെറ്റ് കീവേഡിൻ്റെ അകത്താണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യണം? console.log ആണ് നമ്മൾ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, console.log ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കും? നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മൾ റൺ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നോഡ് സ്പേസ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? T4, അതിനുശേഷം ടാബ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ എഴുതി കാണിക്കും അൺഡിഫൈൻഡ് എന്ന്. അതെന്തുകൊണ്ടാണ് അൺഡിഫൈൻഡ്? നമ്മളിവിടെ ലെറ്റ് നെയിം ഒന്ന് മാത്രമല്ലേ കൊടുത്തുള്ളൂ. നെയിമിന് നമ്മൾ എന്തെങ്കിലും പേര് കൊടുത്താലേ നമുക്ക് ആ അൺഡിഫൈൻഡ് മാറി കിട്ടുള്ളൂ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഈ നെയിമിന് നമ്മളൊരു സ്ട്രിങ് നമുക്ക് അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നെയിം ഈസ് ഈക്വൽ ടു ഞാൻ അഖിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെയിം ഞാൻ അസൈൻ ചെയ്തു ആ ഒരു വേരിയബിളിന്. അതായത് ഈ നെയിം എന്ന് പറയുന്ന സാധനം വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അഖിലെന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും ഞാനിത് റൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിവിടെ നെയിം അഖിലെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയോ? അപ്പോൾ ഇതാണ് വേരിയബിൾ എന്ന് പറയുമ്പോൾ. ഈ ഒരു വേരിയബിളിൽ നിങ്ങൾക്ക് എന്ത് വേണോ സ്റ്റോർ ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തത്. ഇതിന് വരെ നിങ്ങൾക്ക് ഇവിടെ 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഇവിടെ നോക്കുക, 1 എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എന്താണെന്ന് വെച്ചാലും വരും. ഓക്കെ, ബൂലിയൻ വേണമെന്നുണ്ടെങ്കിൽ ബൂലിയൻ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ബൂലിയൻ ഇതിൻ്റെ അകത്ത് അസൈൻ ചെയ്തു. ഇനി ഞാനിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഓക്കെ, അങ്ങനെ എന്ത് ഡേറ്റ ടൈപ്പ് വേണോ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലൈക്ക് സ്ട്രിങ്, നമ്പേഴ്സ്, ഫ്ലോട്ട് വാല്യൂസ്, ബൂലിയൻ വാല്യൂസ്, അങ്ങനെ പറയുന്ന എല്ലാ ഐറ്റംസ് ഡേറ്റ ടൈപ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അഖിലെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ console.name കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പേര് നമുക്ക് പ്രിൻ്റ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് കുറച്ച് റൂൾസ് നിങ്ങളുടെ മൈൻഡിൽ വേണം. അപ്പോൾ ആ റൂൾസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, // ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ കമൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് cannot യൂസ്, എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത? കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കീവേഡ്സ് നമുക്ക് വേരിയബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടംപോലെ കീവേഡ്സ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്, ഇഫ് എന്ന് പറയുന്നത് നമുക്കൊരു കീവേഡാണ്, ഫോർ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ഈ കീവേഡ്സ് ഒന്നും നമുക്ക് വേരിയബിളിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എറർ വരും. അതെന്തുകൊണ്ടാണ്? 4 എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ നമുക്ക് കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വേരിയബിൾസ് മസ്റ്റ് ബി മീനിങ് ഫുൾ. ഓക്കെ, വേരിയബിൾസ് മസ്റ്റ് ബി മീനിങ് ഫുൾ ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാളെ മനസ്സിലാക്കാൻ നമ്മൾ ഒരു പേരിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. അതിന് വരെ ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ A എന്നോ B എന്നോ C എന്നോ
കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേരിയബിൾസ് മസ്റ്റ് ബി മീനിങ് ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ വി കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ഓക്കെ, കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്പറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, 1 നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എറർ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കനോട്ട് കണ്ടെയ്ൻ സ്പേസ് ഓർ ഹൈഫൺ. ഓക്കെ, നമുക്ക് ഒരു വേരിയബിളിൽ സ്പേസോ ഹൈഫണോ നമുക്ക് പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ചോ, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ചോ, അങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വേറൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാം. ലെറ്റ് ഫസ്റ്റ് നെയിമാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പേസ് നെയിം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഹൈഫൺ എടുക്കാൻ പറ്റുമോ നമുക്ക്? അതും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമൽ കേസ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുക. ക്യാമൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വേർഡ് വന്നിട്ട് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും, അടുത്ത ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് ഞാൻ അഖിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ പേര് കൊടുക്കാം, നിഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. അടുത്ത് ഞാനിത് കൺസോൾ ചെയ്ത് നോക്കും. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ് ഫസ്റ്റ് നെയിം. ഓക്കെ, ഇതിനാണ് ക്യാമൽ കേസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വേർഡിൻ്റെ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റർ, സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആയിരിക്കും. ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അഖിലും വന്ന് നിഖിലും വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ക്യാമൽ കേസ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. കീവേഡ് നമ്മൾ റിസർവ്ഡ് കീവേഡ് യൂസ് ചെയ്യാൻ പാടില്ല, മീനിങ് ഫുൾ ആയിരിക്കണം എപ്പോഴും. ക്യാനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ, ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഹൈഫണോ സ്പേസോ നമുക്ക് പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2-3 എണ്ണം നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ലൈക്ക് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഈക്വൽ ടു ഞാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് നെയിം 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് നെയിം 1 അഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം കോമ ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നെയിം 1 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നെയിം നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, യെസ് കുമാർ. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിം 1 കോമ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റായി കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഓക്കെ, ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെറ്റ് ഏതൊക്കെ വേരിയബിൾ ആണോ അത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ലെറ്റ് ഇട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ടോ അത് അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. മറ്റത് ഒരു ലൈനിൽ പരിപാടി നടക്കും, ലെറ്റ് പിന്നെയും ഡിക്ലെയർ ചെയ്യാതെ നടക്കും. പക്ഷേ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി. അപ്പോൾ നിങ്ങൾക്ക് വേരിയബിളിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.